ശ്രീത്ത്, പാലക്കാടാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത്. കാരണം പാലക്കാട് ഫലപ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാലും കേരള രാഷ്ട്രീയത്തിലെ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഇടമാണ്. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകര ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ടും പിന്നെയും അവിടുത്തെ ചില അലയൊലികൾ അന്തരീക്ഷത്തിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ പാലക്കാടും ചില അനന്തര ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ സരിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽപ്പെട്ട് നിൽക്കുകയാണ് CPM. എങ്ങനെയാണ് ശ്രീജിത്ത് അതിനെ വിലയിരുത്തുന്നത്? സാറേ, എന്തായാലും സരിന്റെ കിളി പറന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ന് സരിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. തനിക്ക് 70,000 വോട്ട് പാലക്കാട് നിന്ന് ലഭിക്കുമെന്നാണ് സരിൻ പറയുന്നത്. അത് എന്തുദ്ദേശത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഇങ്ങനെയാണ്. 2007 അദ്ദേഹം കോഴിക്കോട് നിന്ന് MBBS എടുക്കുന്നത്. MBBS എടുത്ത് ഡോക്ടർ ആവുകയാണ്. പിന്നീട് 2008 തന്നെയാണ്, ആ വർഷം തന്നെ അദ്ദേഹം സിവിൽ സർവീസ് എഴുതുന്നു. ആ സിവിൽ സർവീസിൽ 555ാമത്തെ റാങ്ക് നേടി അദ്ദേഹം ജോലിക്ക് കയറുകയാണ്. ഇന്ത്യൻ അക്കൗണ്ട്സ് ഓഡിറ്റ് സർവീസിലേക്കാണ് അദ്ദേഹം കയറുന്നത്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തും ജോലി ചെയ്യുന്നു, കർണാടകയിൽ ജോലി ചെയ്യുന്നു. അത്തരത്തിൽ അദ്ദേഹം MBBS എഴുതുന്നു, അതോടൊപ്പം MBBS സിവിൽ സർവീസ് എഴുതുന്നു. അങ്ങനെ വിദ്യാഭ്യാസപരമായി താൻ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അതിലെല്ലാം വിജയം നേടാൻ കഴിഞ്ഞ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നിലവിൽ കോമാളിയായി ഇങ്ങനെ അധപ്പതിക്കുന്നത് കാണുമ്പോൾ യുവാവെന്ന നിലയിൽ വിഷമമുണ്ട്. കാരണം എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് തന്നെ അറിയാം പരാജയപ്പെടുമെന്ന്. എന്നിട്ടും 70,000 വോട്ട് തനിക്ക് ലഭിക്കുമെന്ന്. ഇതെങ്ങനെയാണ്? അതിന് കണ്ണൂരിൽ അവരുടെ പാർട്ടി ഗ്രാമങ്ങളുണ്ടല്ലോ CPM-ന്റെ. അങ്ങനെ മരിച്ചവർ തന്നെ തിരിച്ചു വന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ണൂരിലുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫിൽ പോകുന്നവർ രാവിലെ പോളിംഗ് ബൂത്തിൽ വന്ന് നിൽക്കുക. അങ്ങനെ ആ രീതി തന്നെയാണോ ഇനി കോഴിക്കോട് പാലക്കാടും ഇവർ നടപ്പിലാക്കാൻ പോകുന്നതെന്ന സംശയമുണ്ട്. എന്തായാലും ഇത്രയും മികച്ച ഒരു വിദ്യാഭ്യാസം നേടിയ ഒരു യുവാവ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് എന്തായാലും വിഷമിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തും ജോലി ചെയ്യുന്നു, പിന്നീട് കർണാടകയിൽ ജോലി ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലാണ് 2016 കൂടി തന്നെ അദ്ദേഹം ഈ സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കൾ വലിയ രീതിയിൽ അതിനെ എതിർക്കുന്നു. നല്ല മികച്ചൊരു ജോലിയല്ലേ, അതിനെന്തിന് കളയുന്നു എന്ന രീതിയിലുള്ള സംസാരം വരുന്നു. വീട്ടിൽ വലിയ എതിർപ്പ് വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടറാണ്. അവർ കോഴിക്കോട് പഠിക്കുമ്പോഴായിരുന്നു ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. പിന്നീട് ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ഭാര്യ പിന്തുണ നൽകിയ ശേഷവും അദ്ദേഹം ഈ ജോലി ഉപേക്ഷിക്കുന്നു. പിന്നീടാണ് യൂത്ത് കോൺഗ്രസിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ സമാനമായ രീതിയിൽ ഈ ചാനൽ ചർച്ചകളിലെല്ലാം യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ സമകാലിക വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കാനും സരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു. പക്ഷേ ദയനീയമായി തന്നെ പരാജയപ്പെടുന്നു. പക്ഷെ മറ്റൊരു കാര്യം നോക്കാനുള്ളത്, ഈ വിദ്യാഭ്യാസമുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയണമെന്നില്ല. കാരണം ജനങ്ങളുടെ മനസ്സാണല്ലോ ആദ്യം അറിയേണ്ടത്. കാരണം MM മണിയെ നോക്കാം. MM മണിക്ക് വിദ്യാഭ്യാസം കുറവാണ്. അദ്ദേഹം ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ, ഇടക്കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വിജയിച്ചത് 30,000-ലധികം വോട്ട് നേടിയാണ്. പക്ഷെ വിദ്യാഭ്യാസം ഉള്ളവരും ശോഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മള് ഇവിടെ കേരളത്തിലെ കാര്യം നോക്കിയാൽ കാർത്തികേയന്റെ മകനാണ് ശബരിനാഥ്. അല്ല, അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നെ രണ്ടാമത് പരാജയപ്പെട്ടു. ആദ്യത്തെ തവണ എനിക്ക് തോന്നുന്ന അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാകാൻ യോഗ്യനാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ അരവിന്ദ് കേജ്രിവാൾ. അല്ല, ഇനിയിപ്പോൾ ശ്രീജിത്ത് വരാൻ പോകുന്നത് നിങ്ങളുടെ ഒക്കെ തലമുറയിൽ നിന്ന് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ വരുന്നവര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അവരുടെ പ്രൊഫൈല് വളരെ ഹൈ ആയിരിക്കും. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംശയമുണ്ട്. വലിയ വിദ്യാഭ്യാസത്തോടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും വിജയിക്കണമെന്നൊരു ഉറപ്പില്ല. ഇപ്പം പണ്ടത്തെ രാഷ്ട്രീയക്കാരെന്തായിരുന്നു? കക്ഷത്തൊരു ഡയറി എടുത്തുകൊണ്ട് ഇറങ്ങുന്ന അതാണ് രാഷ്ട്രീയക്കാര് പണ്ടത്തെ. അവരുടെ കയ്യിൽ കക്ഷത്തൊരു ഡയറി ഉണ്ടാകണം. മറ്റേ എന്താണ് ഈ ഒരുമാതിരി പിഞ്ചിയ കതറും അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ടാവും. അത് തുന്നി ചേർത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും.
മാത്യു കുഴൽനാടൻ നോക്ക്, അതെ ഹൈ പ്രൊഫൈൽ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രസംഗം പ്രസന്റേഷൻ തന്നെ കണ്ടിട്ടില്ലേ? അദ്ദേഹം ലാപ്ടോപ്പ് ഒക്കെ വെച്ചല്ലേ? അല്ലെ MM മണി കടന്ന് ബാവിട്ട് കലയെന്ന് പറയാം. കുഴൽനാടനെ പോലെ വിദ്യാഭ്യാസമുള്ള സരിന് എന്തായാലും രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലും കഴിയില്ലെന്നാണ് ഉറപ്പ്. അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരും തിളങ്ങാതെ പോയിട്ടുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരും വലിയ ഇതായിട്ട് കയറി വന്നിട്ടുണ്ട്. രണ്ട് പക്ഷവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് സരിൻ വച്ചു പുലർത്തുന്നത്. പാലക്കാട് നഗരഹൃദയങ്ങൾ കൂടെ നിൽക്കും, ഗ്രാമങ്ങൾ കൂടെ നിൽക്കും, കർഷകർ കൂടെ നിൽക്കും, യുവാക്കൾ കൂടെ നിൽക്കും, വിദ്യാഭ്യാസമുള്ളവർ കൂടെ നിൽക്കും, സാധാരണക്കാർ കൂടെ നിൽക്കും. അത്തരത്തിൽ വലിയ അദ്ദേഹം നേടുമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇന്ന് രാവിലെ 70,000 വോട്ടും അദ്ദേഹം എണ്ണി പെട്ടിയിലാക്കിയിരിക്കുന്നത്. പക്ഷെ പരാജയമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം 2011 ശേഷം രണ്ടാം സ്ഥാനത്ത് എത്താൻ പോലും 2016 മുതൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ആ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. തുടർച്ചയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ അറിയാം, നിയമസഭ നോക്കുകയാണെങ്കിൽ അറിയാം, ലോക്സഭ നോക്കുകയാണെങ്കിൽ അറിയാം, തുടർച്ചയായി തന്നെ രണ്ടാം സ്ഥാനം നേടുന്ന ഒരു മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനം നേടുന്ന മണ്ഡലത്തിൽ എങ്ങനെ ഇത്രയും അധികം വോട്ട് നേടുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തിലേക്ക് തന്നെ മാറും. കാരണം അവിടെ ഇപ്പോഴുള്ള മത്സരം UDF-ഉം BJP-യും തമ്മിൽ നേരിട്ട് മത്സരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇടക്കാലത്തിലെ സരിൻ വന്നപ്പോൾ തുടക്കത്തിൽ BJP-യിൽ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു നഗരഹൃദയത്തിലെയും. അതോടൊപ്പം തന്നെ ഈ വിദ്യാസമ്പന്നരും ആയിട്ടുള്ള യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ സരിൻ വോട്ട് ചെയ്യുമോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ വന്നതോടുകൂടി തന്നെ അത് പൂർണ്ണമായി, സന്ദീപ് വാര്യന്റെ കൂടുമാറ്റത്തോടുകൂടി തന്നെ അത് പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. BJP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലും UDF-ഉം തമ്മിലുള്ള നേരിട്ട് മത്സരമാണ്. കാരണം സന്ദീപ് വാര്യർക്ക് മറുപടി നൽകണം, അതിന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ഉദ്ദേശത്തോടെയാണ് BJP അണികൾ ശക്തമായി തന്നെ ഈ പ്രവർത്തനത്തിൽ നിന്നല്ല തുടക്കത്തിൽ വിട്ടുനിന്നവർ. കൃഷ്ണകുമാർ ഒരു പാലക്കാട്ടെ ഒരു സുരേന്ദ്രനാണ്. കാരണം സുരേന്ദ്രന്റെ രീതി അറിയില്ല, തന്റെ കൂടെ നടക്കുന്നവർക്ക് മാത്രമാണ് പരിഗണന. അങ്ങനെ പാലക്കാട്ടെ ഒരു സുരേന്ദ്രനാണ് കൃഷ്ണകുമാർ. തന്റെ കൂടെ നടക്കുന്നവർക്ക് മാത്രമേ പരിഗണനയുള്ളൂ. അത്തരത്തിൽ ആ കൗൺസിലർമാർ ഉൾപ്പെടെ പാലക്കാട് നഗര മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെല്ലാം കൃഷ്ണകുമാറിന് വളരെ എതിരാണ്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഈ സന്ദീപ് വാര്യറിന്റെ അവിടുത്തെ ആ ഭരണവിരുദ്ധ വികാരമാണ് BJP-ക്ക് അവിടെ എതിരാകുന്നത്. അതെ അതെ, അല്ല പക്ഷെ അതെല്ലാം പൂർണ്ണമായി തന്നെ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഈ സന്ദീപ് വാര്യറിന്റെ കൂടുമാറ്റവും അദ്ദേഹത്തിന്റെ അവസാനമുള്ള ഈ പ്രസ്താവനകളുണ്ടല്ലോ, ഈ പാർട്ടി മാറി മണിക്കൂറുകൾക്ക് തന്നെ മോദി എതിർത്ത് പറയുന്നു, മോദി ഭിന്നിപ്പുണ്ടാക്കുന്നവനെ പറയുന്നു, പിന്നെ അടുത്ത പിറ്റേ ദിവസം പാണക്കാട് പോയി കുമ്പിടുന്നു. അതെല്ലാം ഹൈന്ദവ വോട്ടിലും BJP അണികളിലും വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പകരം വീട്ടാൻ വേണ്ടി സന്ദീപ് വാര്യറിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന ചിന്ത വന്നതോടുകൂടി തന്നെ UDF-ഉം BJP-യും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി മാറിയിട്ടുണ്ട്. 2021 സമാനമായി തന്നെ ആ മത്സരം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. BJP UDF-ഉം തമ്മിൽ മത്സരമാണ്. ഷാഫി പറമ്പിലും മെട്രോമാനും തമ്മിൽ നേരിട്ട് മത്സരമായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറും തമ്മിലുള്ള മത്സരമായി പാലക്കാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു MLA സ്ഥാനം മോഹിച്ചെത്തിയ സരിൻ എന്തായാലും ഇനി CPM-ൽ എന്തെങ്കിലും ചുമതല ചെറിയ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും, വല്ല ഫേസ്ബുക്ക് നോക്കാനോ യൂട്യൂബ് നോക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചുമതല കൊടുത്ത് അദ്ദേഹത്തെ ഒതുക്കുവാനാണ് സാധ്യത. കാരണം തുടക്കത്തിലെല്ലാം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾ എന്തായാലും BJP-യിലേക്ക് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും നാഷണൽ ലെവലിൽ തന്നെ എന്തെങ്കിലും ചുമതല കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിൽ വേറെ തമാശ, അദ്ദേഹം സോഷ്യൽ മീഡിയ ആണ് കൈകാര്യം ചെയ്തിരുന്നത് സരിൻ, കോൺഗ്രസിന്റെ 2023-ൽ. അതും അനിൽ ആന്റണി ആയിരുന്നു കേരളത്തിൽ സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹം രാജിവെച്ചു പിന്മാറിയപ്പോഴായിരുന്നു ആ ചുമതല സരിന് നൽകുന്നത്. അദ്ദേഹം 2024-ൽ വളരെ മികച്ച രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ. കാരണം മുൻപെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശക്തമായി വാദിക്കുന്നതും അണികളുടെ സ്വാധീനമുള്ളതും BJP-ക്കും അതോടൊപ്പം തന്നെ CPM-നുമായിരുന്നു. CPM-ന്റെ അറിയാലോ, പോരാളി ഷാജി, ചുവപ്പ് സേന, അങ്ങനെ വളരെ വലിയ സ്വാധീനമാണ് CPM-ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായി തന്നെ കവർ ചെയ്യാൻ സരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിലെല്ലാം സർക്കാരിനെതിരെയെല്ലാം നിരന്തരം ഈ പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നു. ഈ യുവാക്കൾക്കിടയിൽ ഈ ഭരണത്തെക്കുറിച്ച് ഒരു എതിർപ്പുണ്ടാക്കാൻ, ഒരു വൈരാഗ്യം ഉണ്ടാക്കാൻ എന്തായാലും ഈ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സരിന്റെ ഒരു വലിയ പങ്ക് അതിലുണ്ട്. ഈ തന്റെ സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ പിണറായി എല്ലാം പരമാവധി തെറി വിളിക്കുക,
CPM നേതാക്കൾക്കെതിരെ ശക്തമായി എതിരെ വാദിക്കുവാനെല്ലാം സരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, പാർലമെന്റ് രാഷ്ട്രീയത്തിൽ അയാൾ ഒരു കോമാളിയായി മാറുകയാണ്.